ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉൽപ്പത്തി 21 അധ്യായം. അബ്രഹാമിനും സാറായ്ക്കും യഹോവ നൽകിയ വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി ഇസാക്ക് ജനിക്കുന്നു. ഹാഗാറും ഇസ്മായേലും അബ്രഹാമിൻ്റെ ഭവനത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നു. അബ്രഹാമും അബീമേലേക്കും തമ്മിലൊരു ഉടമ്പടി സ്ഥാപിതമാക്കുന്നു. ഇതാണ് ഉൽപ്പത്തി 21 അധ്യായത്തിൻ്റെ രത്നച്ചുരുക്കം. ഉൽപ്പത്തി 17:21 18:14 അബ്രഹാമിനും സാറായിക്കും ദൈവം നൽകിയ വാഗ്ദാനപ്രകാരം ഇസാക്ക് എന്ന വാഗ്ദത്ത സന്തതി ജന്മം കൊള്ളുന്നു. ചിരി അതിൻ്റെ സന്തോഷം പകരുന്ന അർത്ഥതലത്തിൽ തന്നെ എല്ലാവർക്കും അനുഭവവേദ്യമാവും. ഇസഹാക്ക് എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം അവൻ ചിരിക്കുന്നു എന്നാണ്. എബ്രായ ലേഖന കർത്താവ് പറയുന്നത് പോലെ ഇസഹാക്കിൻ്റെ ജനനം വിശ്വാസത്താൽ മാത്രം സാധ്യമാകുന്ന ഒരത്ഭുതമാണ്. അബ്രഹാം 8-ാം ദിവസം ഇസഹാക്കിനെ പരിച്ഛേദന കഴിച്ച് തൻ്റെ ദൈവത്തോടുള്ള അനുസരണം ഒരിക്കൽ കൂടി വ്യക്തമാക്കി. ഇസഹാക്കിൻ്റെ മുലകുടി മാറിയ ദിവസം അബ്രഹാം ആഘോഷമാക്കി. ഇസ്മായേലിനെ അപ്പോൾ ഏതാണ്ട് 13-14 വയസ്സായി കാണണം. അവൻ പരിഹാസി എന്ന് സാറ വിചാരിച്ചതുകൊണ്ട് അവനെയും ഹാഗാറിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് സാറ അബ്രഹാമിനോട് പറയുന്നു. അബ്രഹാമിന് തൻ്റെ മകനെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ദൈവം അബ്രഹാമിനോട് സാറായുടെ ഇഷ്ടം നിറവേറ്റുവാനാണ് ആവശ്യപ്പെട്ടത്. ഇസ്മായേലിനെയും ഒരു ജനതയാക്കി മാറ്റുമെന്ന് ദൈവം അബ്രഹാമിനും വാഗ്ദത്തം നൽകുന്നു. അപ്പവും ഒരു തുരുത്തി വെള്ളവും മാത്രം ഹാഗാറിന്റെ തോളിൽ വെച്ച് കുട്ടിയെയും ഏൽപ്പിച്ച് ബേർഷേബ മരുഭൂമിയിലേക്ക് അബ്രഹാം അവരെ തള്ളിവിടുമ്പോൾ അയാളുടെ നിസ്സഹായത വ്യക്തമാണ്. ദൈവം തമ്പുരാനല്ലാതെ ആർക്കും ആ അമ്മയെയും മകനെയും രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന സത്യം അബ്രഹാമിന് അറിയാമായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഗർഭിണിയായിരുന്ന കാലത്തും അവൾക്ക് ഇതുപോലെ വീട് പൂട്ടും പോകേണ്ടി വന്നിരുന്നു. ഉൽപ്പത്തി 16:6 വായിക്കുക. അധികം താമസിയാതെ അവരുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർന്നു. ചൂടുകൊണ്ട് മകൻ മരിച്ചു പോകുമെന്ന് ഭയന്ന ഹാഗാർ 16-ാം അധ്യായത്തിലെ ബെർലേഹി രോയി സംഭവം വിസ്മരിച്ചുപോയി. മകന്റെ കരച്ചിലും മരണവും കാണുന്നത് ഒഴിവാക്കാനായി അവൾ ഒരൻപിൻ ദൂരത്ത് മാറി ഇരുന്ന് കരഞ്ഞു. അമ്മയാണ് കരഞ്ഞതെങ്കിലും മകന്റെ കരച്ചിൽ ദൈവം കേട്ടതായി 17-ാം വാക്യം രേഖപ്പെടുത്തുന്നു. ദൈവദൂതൻ ഹാഗാറിനെ വിളിച്ച് അവൾക്ക് നേരത്തെ നൽകിയ വാഗ്ദാനം ഉറപ്പിക്കുകയും അവളുടെ കണ്ണു തുറന്ന് കർത്താവ് അവർക്കായി ഒരുക്കിയ നീരുറവ് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവൾ ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് അത് കൊണ്ടുപോയി ബാലനെ കുടിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ നീരുറവുകൾ മനുഷ്യന്റെ ഭൗതിക സൗഖ്യത്തിൻ്റെ പ്രതീകങ്ങൾ മാത്രമല്ല, അവ ആത്മീയ വിടുതലിൻ്റെയും രക്ഷയുടെയും അടയാളവും കൂടിയാണ്. യെശയ്യാവ് 12:3 ഇരമ്യാവ് 2:13 കാണുക. ഇസ്മായേൽ പാരാൻ മരുഭൂമിയിൽ വളർന്ന് ഒരു വില്ലാളിയായി തീർന്നു. അവൻ്റെ അമ്മ അവനെ അവളുടെ സ്വന്തം നാടായ മിസ്രയീം ദേശത്ത് നിന്ന് ഒരു ഭാര്യയെ കണ്ടെത്തി. അക്കാലത്ത് അബീമേലേക്കിനും അവൻ്റെ സേനാപതിയായിരുന്ന പീക്കോലിനും അബ്രഹാമിനോടുകൂടെ സർവശക്തനും നിത്യനുമായ ദൈവം ഉണ്ടെന്ന് മനസ്സിലായി. അതിനാൽ അവനുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നതിന് അവർ താൽപ്പര്യം പ്രകടിപ്പിച്ചു. പരസ്പരം ദയ കാണിക്കേണ്ടതിന് ദൈവത്തെ ചൊല്ലി സത്യം ചെയ്യണമെന്ന് അബീമേലേക്ക് ആവശ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള കരാറുകൾ അക്കാലത്ത് പരിപൂർണമായ പരസ്പര ബാധ്യത ഉറപ്പാക്കുന്നതായിരുന്നു. അതിൽ നിന്ന് പിന്മാറുന്നവന് ദൈവം തന്നെ സാക്ഷിയും എതിരാളിയും ആകുന്ന ഉടമ്പടി. സങ്കീർത്തനങ്ങൾ 100:5 പറയുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ഇത്തരം ഉടമ്പടികളിൽ പ്രകടമാകുന്നത്. അബ്രഹാം അബീമേലേക്കുമായുള്ള ഉടമ്പടിക്ക് തയ്യാറായി. എന്നാൽ അതിനു മുൻപ് അവർ തമ്മിൽ ഒരു കിണർ സംബന്ധിച്ച് നിലനിന്നിരുന്ന പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്ന് അബ്രഹാം ചൂണ്ടിക്കാട്ടി. അബീമേലേക്കിന്റെ ദാസന്മാർ അബ്രഹാമിന്റെ കിണർ അപഹരിച്ച വിവരം
അബീമേലേക്ക് അറിഞ്ഞിരുന്നില്ല. അബ്രഹാമിൽ നിന്ന് അക്കാര്യം മനസ്സിലാക്കിയപ്പോൾ തന്നെ അത് പരിഹരിക്കുവാൻ വേണ്ട ഇടപെടൽ അബീമേലേക്ക് നടത്തി. അബ്രഹാം അബീമേലേക്കിന് ആടുമാടുകളെ കൊടുത്തു. അതിനുശേഷം അവർ സമാധാനപരമായ സഹവർത്തനത്തിനുള്ള ഉടമ്പടിക്ക് രൂപം നൽകി. അബ്രഹാം 7 പെണ്ണാട്ടിൻ കുട്ടികളെ വേറിട്ട് നിർത്തി. അത് അബ്രഹാം ആ കിണർ കുഴിച്ചു എന്നതിന് സാക്ഷിയായിട്ടായിരുന്നു. ആ കിണർ അവരുടെ ഉടമ്പടിയുടെ അടയാളമായിരുന്നു. ആ സ്ഥലത്തിന് ഉടമ്പടിയുടെ കിണർ അല്ലെങ്കിൽ പ്രതിജ്ഞയുടെ കിണർ എന്നർത്ഥം വരുന്ന ബേർ ഷേബ എന്നു പേരായി. എബ്രായ ഭാഷയിൽ 7 എന്ന വാക്കും ആണയിടുക എന്ന അർത്ഥം വരുന്ന വാക്കും ഒന്നു തന്നെയാണ്, ഷെവ. ഉടമ്പടിക്ക് ശേഷം അബീമേലേക്കും പീക്കോലും ഫെലിസ്ത്യരുടെ ദേശത്തേക്ക് മടങ്ങിപ്പോയി. അബ്രഹാം ബേർഷേബയിൽ ഒരു പിചുല വൃക്ഷം നട്ടു. അവിടെ നിത്യദൈവമായ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. അബ്രഹാമിനും അവന്റെ സന്തതിക്കും ദൈവം കനാൻ ദേശം വാഗ്ദത്തം ചെയ്തിരുന്നെങ്കിലും ക്രിസ്ത്യാനികളായ നമ്മെ കൂടാതെ വാഗ്ദാന നിവർത്തി പൂർത്തിയാകയില്ല എന്ന സത്യം എബ്രായർ 11-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വ്യക്തമാക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും.